ഒരു സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികളാണ് ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന മൾട്ടി പർപ്പസ് സർവീസ് ജോബ് ക്ലബ്. സംസ്ഥാനത്തെ യുവജനങ്ങൾക്കും മുതിർന്നവർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന വായ്പാ പദ്ധതിയാണിത്. ഈടും ജാമ്യവും ഇല്ലാതെ തന്നെയാണ് ഈ വായ്പ ലഭിക്കുക. ഇതിലൂടെ പരമാവധി 10 ലക്ഷം രൂപ വരെയാണ് വായ്പാ തുകയായി ലഭിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം വായ്പാ തുകയുടെ 20% സബ്സിഡിയായി ലഭിക്കും. ഏകദേശം 2 ലക്ഷം രൂപ വരെ തിരികെ ലഭിക്കുകയും ചെയ്യും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിരവധി പദ്ധതികളാണ് തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നത്. സ്വയം തൊഴിൽ കണ്ടെത്താൻ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണ് ഈ വായ്പ ലഭിക്കുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ നൽകി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കാനും സാധിക്കും. ബാങ്കുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിക്ക് കീഴിൽ ധനസഹായം ലഭിക്കുന്നവർക്ക് തൊഴിൽരഹിത വേതനത്തിന് അർഹത ഉണ്ടാകുകയില്ല. കൂടാതെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയുള്ള താൽക്കാലിക ഒഴിവിനും പരിഗണിക്കുകയുമില്ല. എന്നാൽ സ്ഥിരം ഒഴിവിന് പരിഗണന ലഭിക്കുന്നതാണ്. 21നും 40നും വയസ്സിൽ പ്രായമുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കുക. കുടുംബ വാർഷിക വരുമാനം പരമാവധി 1 ലക്ഷം രൂപയെ പാടുള്ളൂ. കൂടാതെ ഗ്രൂപ്പായിട്ടുള്ള സംരംഭങ്ങൾക്ക് സഹായം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അതിനാൽ ഒന്നിലധികം വ്യക്തികൾ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം. ബിരുദമുള്ള വനിതകൾക്കും പ്രൊഫഷണൽ അല്ലെങ്കിൽ സാങ്കേതിക യോഗ്യതയുള്ള വ്യക്തികൾക്കുമാണ് പദ്ധതിയിൽ മുൻഗണന ലഭിക്കുക. കൂടാതെ തൊഴിൽരഹിത വേതനം കൈപ്പറ്റുന്നവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. സംസ്ഥാന വ്യവസായിക പരിശീലന വകുപ്പ് പരമ്പരാഗത തൊഴിലുകൾക്ക് നൽകുന്ന പ്രവൃത്തി കാര്യക്ഷമതാ സർട്ടിഫിക്കറ്റുകൾ നേടിയവർക്കും ITI, ITC, പോളിടെക്നിക് എന്നിവയിൽ പരിശീലന സർട്ടിഫിക്കറ്റുകൾ നേടിയവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. ഈ പദ്ധതി മുഖേന പരമാവധി 10 ലക്ഷം രൂപ വരെയാണ് വായ്പ അനുവദിക്കുക. 25% സബ്സിഡിയായി അനുവദിക്കുകയും ചെയ്യും. ലോൺ തുകയുടെ 10% ഓരോ ജോബ് ക്ലബിലെയും അംഗങ്ങൾക്ക് വിഹിതമായി ലോൺ അക്കൗണ്ടിൽ നിന്ന് നിക്ഷേപിക്കണം. വായ്പ അനുവദിക്കുന്ന മുറയ്ക്ക് സബ്സിഡി തുക ജോബ് ക്ലബുകളുടെ ലോൺ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. കൂടാതെ ധനകാര്യ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്ന ജാമ്യം നൽകുവാനും വായ്പ തിരിച്ചടയ്ക്കുവാനും അംഗങ്ങൾ എല്ലാവരും ബാധ്യസ്ഥരായിരിക്കണം. സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഉചിതമായ വായ്പാ പദ്ധതി തന്നെയാണ്.